മലപ്പുറം ചാലിയാർ പഞ്ചായത്തിലെ അളക്കൽ വിജയപുരത്ത് അനധികൃത കരിങ്കൽ ഖനനം എന്ന് പരാതി. വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയ ക്വാറിയാണ് അനധികൃതമായി പ്രവർത്തിക്കുന്നത്. വില്ലേജ് ഓഫീസർ ലോറി കസ്റ്റഡിയിലെടുത്ത ശേഷവും ക്വാറി പ്രവർത്തിക്കുന്നത് എങ്ങനെ എന്നറിയില്ലെന്ന് പഞ്ചായത്ത് സെക്രട്ടറി സുനിത പറഞ്ഞു. നാട്ടുകാരനുമായുള്ള വില്ലേജ് ഓഫീസറുടെയും പഞ്ചായത്ത് സെക്രട്ടറിയുടെയും ശബ്ദ സന്ദേശം 24 ലഭിച്ചു. നിയമാനുസൃതം അല്ലാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ പോയത്. ഞാൻ നോട്ടീസും കൊടുത്തു. ഇന്നലെ അന്ന് ഞാൻ അവധിയായിട്ട് പോലും വീട്ടിലിരുന്ന് കേസ് മാർട്ടിൽ അപ്രൂവ് ചെയ്ത് നോട്ടീസും കൊടുത്തിട്ടുണ്ട്. ഇത് ഖനനം നിർത്തലാക്കേണ്ടത് വില്ലേജ് ഓഫീസറും അതിന് മേലുള്ള ആൾക്കാരുമാണ്. അവർ സ്റ്റോപ്പ് കൊടുത്ത് അതിന് നെക്സ്റ്റ് സ്റ്റേജ് അവർ ചെയ്യണം. വണ്ടി പിടിച്ചിട്ട് അവിടെ അത് നടക്കുന്നുണ്ടെങ്കിൽ അതില് ഞാൻ എന്താണ് അതിന് മറുപടി പറയാൻ? ഞങ്ങള് പോയപ്പോ അവിടെ ഞങ്ങള് 2 സ്റ്റാഫ് ഉണ്ട്. ഇപ്പൊ അവിടെ വണ്ടിയൊന്നും ഇല്ലല്ലോ. ഇവിടുന്ന് അവിടെ വരുമ്പോഴേക്കും അവർക്ക് വിവരം കിട്ടുകയാണേ. അതാണ് നമ്മള് പറഞ്ഞത്. അവരെല്ലാരും കൂടെ അവിടെ വണ്ടി തടഞ്ഞിട്ട് ഞങ്ങൾ വന്ന് പിടിക്കാം. ഇവിടെ വില്ലേജിലെല്ലാരും അവർക്ക് അറിയാം. അപ്പൊ അവർ അവിടെ ഇവിടെയൊക്കെ ആൾക്കാരെ നിർത്തിണ്ടാവും. നമ്മളിവിടെ വരുമ്പോഴേക്കും അവർക്ക് അവിടെ അറിയാം. ഗൂഗിൾ കെ വേണുഗോപാൽ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിശദാംശങ്ങളുമായി. ഗൂഗിൾ, ഈ ചാലിയാർ പഞ്ചായത്തിലെ അളക്കൽ വിജയപുരത്ത് ഈ കരിങ്കൽ ഖനനം ക്വാറി നടക്കുന്നത് എങ്ങനെയാണ്? കാരണം വില്ലേജ് ഓഫീസർ പറയുന്നത് അതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട് എന്നാണ്. പിന്നെ എങ്ങനെയാണ് അവിടെ ക്വാറി പ്രവർത്തിക്കുന്നത്? അവിടെ ഇപ്പോൾ പരിശോധനയ്ക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ സംഘങ്ങൾക്ക് വിവരം കിട്ടുന്നു, അവരവിടെ നിന്ന് മാറുന്നു. അപ്പോൾ ആരുടെയൊക്കെ ഒത്താശയും സഹായത്തോടും കൂടിയാണല്ലോ ഈ ക്വാറി പ്രവർത്തനം നടക്കുന്നത്, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പുള്ളിപ്പാടം വില്ലേജ് ഓഫീസർ ബീനയുടെയും ചാലിയാർ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുള്ള സുനിതയുടെയും ശബ്ദ സന്ദേശങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ആ ശബ്ദ സന്ദേശത്തിൽ അവർ പറയുന്നത് കൃത്യമാണ്. ഈ ക്വാറിക്ക് പ്രവർത്തിക്കാൻ അനുമതിയില്ല, സ്റ്റോപ്പ് മെമ്മോ നൽകിയതാണ് എന്ന് പറയുന്നു. പുള്ളിപ്പാടം വില്ലേജ് ഓഫീസർ ബീനയുമായി നമ്മളും ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. 2 തവണ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു എന്നാണ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത സമയത്ത് കുറച്ച് നാൾ പ്രവർത്തിക്കാതിരുന്നു. എന്നാൽ വീണ്ടും അത് പ്രവർത്തിക്കാൻ തുടങ്ങിയ സമയത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. അതിനിടയിൽ നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഈ പുള്ളിപ്പാടം വില്ലേജ് ഓഫീസർ അവിടെ എത്തുകയും വാഹനം കസ്റ്റഡിയിൽ എടുക്കുകയും ഒക്കെ ചെയ്തതാണ്. അതുതന്നെയാണ് പഞ്ചായത്ത് സെക്രട്ടറി ചോദിക്കുന്നത്. എങ്ങനെയാണ് വില്ലേജ് ഓഫീസർ കസ്റ്റഡിയിലെടുത്ത് ലോറി കസ്റ്റഡിയിലെടുത്തതിന് ശേഷം അത് പ്രവർത്തിക്കുന്നതെന്നാണ്. അതായത് വിവിധ വകുപ്പുകൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്ന ഒരു സാഹചര്യം കാണാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പുള്ളിപ്പാടം വില്ലേജ് ഓഫീസറായിട്ടുള്ള ബീന പറയുന്ന മറ്റൊരു കാര്യം, തങ്ങളുടെ വില്ലേജ് ഓഫീസിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയാണ് ഇത്തരത്തിലുള്ള ഈ പറയുന്ന കരിങ്കൽ ക്വാറി അനധികൃതമായി പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ വിവരം കിട്ടി അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും അവർ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ഇത് സംബന്ധിച്ച് റവന്യൂ വകുപ്പിനും പോലീസിനും കൃത്യമായ വിവരം നൽകിയിട്ടുണ്ട്. തുടർ നടപടി സ്വീകരിക്കേണ്ടത് പോലീസും റവന്യൂ വകുപ്പും ജിയോളജി വകുപ്പും ഒക്കെയാണ്. അവിടെ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു നീക്കം ഉണ്ടാവുന്നില്ല എന്നൊരു പരാതി പറയുന്നു. അതോടൊപ്പം തന്നെ കൃത്യമായ വിവരം ലഭിച്ചാൽ അങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു വാഹന സൗകര്യം വില്ലേജ് ഓഫീസിന് ലഭിക്കുന്നില്ല. പുറമേ നിന്ന് വാഹനം വാടകയ്ക്കെടുത്ത് അവിടെ എത്തുമ്പോഴേക്കും അവരവിടെ നിന്ന് മടങ്ങുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും നാട്ടുകാർക്ക് ഇത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്. നാട്ടുകാർ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി നൽകിയതിന് ശേഷവും നിർബാധം ഇത്തരത്തിലുള്ള കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് നിരവധിയധികം പരാതികൾ നൽകിയിട്ടുമുണ്ട്. ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ വില്ലേജ് ഓഫീസർക്കുണ്ട്, പഞ്ചായത്ത് സെക്രട്ടറിക്കുണ്ട്. അവർ ഇതിനെക്കുറിച്ച് ബോധവാന്മാരുമാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനം അവിടെ നടക്കുന്നു എന്ന് അവർ ഈ ശബ്ദ സന്ദേശത്തിൽ നിന്ന് അവരുടെ മറുപടിയിൽ നിന്ന് വളരെ വ്യക്തമാണ് താനും. പക്ഷേ മറുപടിയും അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു കൃത്യമായ നടപടി എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഇത് മുൻപോട്ടേക്ക് പോവുകയാണെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.